അസൂയപ്പെടല്ലേ? മറ്റുള്ളവരുടെ നന്മകളൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള വീടോ അല്ലെങ്കിൽ അവരുടെ കാറോ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതമോ ബാക്കിയുള്ളതൊന്നും നോക്കിയിട്ട് നമ്മളൊരു അസൂയപ്പെടാൻ പാടില്ല. കാരണം എല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ദൈവം അതത് സമയത്ത് തരുന്നത്. നമ്മളൊരു അസൂയയോടെ നോക്കി മറ്റുള്ളവരുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകത്തേ ഉള്ളൂ. തിരിച്ച് അവരുടെ നന്മകളിൽ നമുക്ക് ആ സന്തോഷം അവരോട് പറയാം, അയ്യോ നന്നായിരിക്കട്ടെ, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടിയല്ലോ, ഓക്കെ, ആ മോന് ജോലിയായല്ലോ, ഓ അടിപൊളി, അയ്യോ ദൈവം സഹായിച്ചല്ലോ. നമ്മൾ അങ്ങനൊരു മനസ്സ് നമുക്ക് വരികയാണെങ്കിലുണ്ടല്ലോ, പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇപ്പം മറ്റുള്ളവരുടെ ജീവിതം, പലർക്കും പല ജീവിതങ്ങളാണ് കർത്താവ് കൊടുത്തേക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഇത് കേൾക്കുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓരോ ലൈഫിൽ ദൈവം കൊടുക്കുന്നത്. അതിൽ ഉത്തരം എഴുതേണ്ടത് നമ്മൾ മാത്രമാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്നു. നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് മാത്രം നമുക്ക് ശ്രമിക്കാം. ഒരാളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകരുത്. കമ്പാരിസനാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ദുഃഖത്തിലാക്കുന്നത്. നമ്മുടെ ഈ ലൈഫ്, എനിക്ക് ഇത്ര ശമ്പളമേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇതേ ഉള്ളൂ, ഇതിൽ ഞാൻ ഹാപ്പിയാണ്. നമുക്ക് അങ്ങനെ ഒരു മനസ്സ് വരുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ ഉള്ളതിൽ സന്തോഷിക്കാനുള്ള ഒരു കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ.